രണ്ടാമത്തെ വിഷയം, എൻ ഡി എക്ക് വലിയ തോതിൽ വോട്ട് കിട്ടും, 11 സീറ്റ് വരെ എൻ ഡി എക്ക് കിട്ടുമെന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ എന്റെ കണക്കിൽ പരമാവധി 2 അല്ലെങ്കിൽ അങ്ങേറ്റം 3, ഭാഗ്യം വീണാൽ 3 സീറ്റിൽ കൂടുതൽ എൻ ഡി എക്ക് ഒരു കാരണവശാലും കേരളത്തിൽ കിട്ടാൻ പോകുന്നില്ല. ഒരു കാരണവശാലും. കാരണം വടക്കൻ കേരളത്തിൽ എൻ ഡി എയുടെ ഒരു സാധ്യതയുമില്ല. ഇവരൊക്കെ പറയുന്ന മഞ്ചേശ്വരമോ പാലക്കാടോ അല്ലെങ്കിൽ തൃശ്ശൂരോ ഒന്നും തന്നെ ഒരു സാധ്യതയും അവർക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. മാത്രമല്ല ഈ ഒരു ജില്ലയിലെ മൊത്തം വോട്ടെടുത്ത് നിയോജക മണ്ഡലങ്ങളിലേക്ക് അത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതൊരിക്കലും നടക്കില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് ജില്ലയിൽ 2 മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഭയങ്കരമായ വോട്ടുണ്ട്, നല്ല വോട്ടുണ്ട്, സംശയമൊന്നുമല്ല, കാസർഗോഡ് മഞ്ചേശ്വരം. പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ അങ്ങനെ വോട്ടില്ല. അപ്പൊ ഒരു ജില്ലയിലെ മൊത്തം വോട്ടെടുത്ത് അവർ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഈ 2 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കാരണം മറ്റു മണ്ഡലങ്ങളിൽ വളരെ കുറവാണല്ലോ വോട്ട്. അപ്പോൾ അവിടെ സീറ്റ് കിട്ടും എന്ന് വേണമെങ്കിൽ വാദിക്കാം. അതൊരു വശമാണ്. രണ്ടാമത്, കേരളത്തിന്റെ തെക്കോട്ട് കടന്നാൽ ഇത്തരത്തിൽ വലിയ തോതിൽ ബി ജെ പിക്ക് വിജയിക്കണമെങ്കിൽ അത് സി പി എമ്മിന്റെ വോട്ടിൽ നിന്ന് തന്നെ എടുത്തു വേണം വിജയിക്കാൻ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമാണ്, കോൺഗ്രസിന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബി ജെ പിയിലേക്ക് പോകാനുള്ള വോട്ടുകൾ ഏതാണ്ട് എല്ലാം പോയി കഴിഞ്ഞിരിക്കും. വലിയ തോതിൽ ഇനി പോകാനില്ല. നായർ വോട്ടായാലും ഈഴവ വോട്ടായാലും അത്തരം വോട്ടുകൾ പോയി കഴിഞ്ഞിരിക്കുന്നു, അവർക്കില്ല. അവരുടെ ബേസ് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളാണ്. അപ്പൊ ഇത്രയും സീറ്റ് ഇവർക്ക് കിട്ടണമെങ്കിൽ അത് തീർച്ചയായും എൽ ഡി എഫിന്റെ വോട്ടിൽ നിന്ന് കിട്ടണം. 11 സീറ്റ് ഇവർക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ വോട്ടിൽ നിന്ന് അത്രയും കുറഞ്ഞാൽ പിന്നെ തൂക്കുമന്ത്രിസഭ എന്നുള്ള ക്വസ്റ്റ്യനേ ഇല്ല. ഇപ്പൊ തന്നെ ഒരു എതിർ വികാരമുള്ള എൽ ഡി എഫ്, അത് ഇവർക്കുള്ള ബി ജെ പി ഇത്തരത്തിൽ വോട്ട് പിടിച്ചാൽ, പ്രത്യേകിച്ചും ആലപ്പുഴ അല്ലെങ്കിൽ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട സ്ഥലങ്ങളിൽ വോട്ട് പിടിച്ചാൽ, അതിൽ പത്തനംതിട്ട ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അതിന്റെ ദോഷമുണ്ടാകാൻ പോകുന്നത്, പത്തനംതിട്ട പോലും കുറച്ചുണ്ടാവും, ഉണ്ടാകാൻ പോകുന്നത് എൽ ഡി എഫിനാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ. കാരണം എൽ ഡി എഫിന്റെ സീറ്റ് നഷ്ടപ്പെടും. അത് എൽ ഡി എഫിനാണ് അവിടെ സീറ്റ് ഉള്ളത്, അതാണ് കാര്യം. ആ സീറ്റ് പോകണമെങ്കിൽ അത് എൽ ഡി എഫിന്റെ സീറ്റിൽ നിന്ന് പോകണം. അതിനുള്ള സാധ്യത ഉണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങനെ വരികയാണെങ്കിലും തൂക്കുമന്ത്രിസഭ വരില്ല, യു ഡി എഫിന് വലിയ തോതിലുള്ള നേട്ടം അതുകൊണ്ടുണ്ടാവും. പല സ്ഥലങ്ങളിലും ബി ജെ പി അങ്ങനെ വോട്ട് പിടിച്ചാൽ യു ഡി എഫ് ആയിരിക്കും ജയിക്കുക. ഇത് കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയാണ്.